നവാഗതനായ നിയാസ് എച്ച് സംവിധാനം ചെയ്ത കുന്തം എന്ന മലയാള സിനിമയുടെ നായകൻ ബിബിനും ഒപ്പം നായിക കഥാപാത്രം ഷെറിനുമാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത്. ഇരുവർക്കും മോർണിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇരുവരും മലയാള സിനിമാ രംഗത്തേക്ക് ആദ്യമാണ് കടന്നു വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അറിയുവാൻ ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ലെബനോണിൽ നിന്ന് എത്തിയിട്ടുള്ള സിനിമയിലെ നായിക ഷെറിൻ, ഒപ്പം വയനാട്ടിൽ നിന്നുള്ള വിപിൻ, രണ്ടുപേരുടെയും ആദ്യ ചിത്രം കൂടിയാണ്. അതെ, എങ്ങനെയാണ് നിങ്ങൾ ഈ ചിത്രത്തെ നോക്കിക്കാണുന്നത്? ഇത് ശരിക്കും വളരെ ബോൾഡായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഇപ്പം കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രോബ്ലങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു സ്ത്രീ പീഡനം, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പം മാധ്യമങ്ങളിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ പത്രത്തിലൂടെയാണെങ്കിലും നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇത്തരം ഒരു സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എതിരെ നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനെ ചെറുത്ത് നിൽക്കുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള സബ്ജക്റ്റാണ് ഈ സിനിമ. ഓക്കെ, ലെബനോണിൽ നിന്നും ഒരുപാട് മോഡലിംഗ് രംഗത്ത് ഒരുപാട് ശ്രദ്ധേയമായിട്ടുള്ള ഷെറിൻ ഇപ്പോൾ മലയാള സിനിമയിലേക്ക് കടന്നു വരികയാണ്. ആദ്യമായി തന്നെ മലയാള സിനിമയിലേക്കുള്ള കടന്നുവരവിനെ എങ്ങനെയാണ് ഷെറിൻ നോക്കിക്കാണുന്നത്? ആദ്യം നമ്മളൊരു ബാനർ ഓപ്പൺ ചെയ്തതാണ്, മലൈക്ക എൻ്റർടൈൻമെൻറ്റ്സ്. ഇതിന് 2-3 വർഷം മുമ്പ് വേറൊരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, 9 Bells പറഞ്ഞിട്ട്. പക്ഷേ അത് മുടങ്ങിപ്പോയി. അതിനുശേഷമാണ് നിയാസ് സർ കുന്തം എന്ന സിനിമ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ലെബനോണിൽ നിന്നും കേരളത്തിലേക്കുള്ള ഞാൻ കേരളത്തിലാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡ് തന്നെ ഡയറക്ഷൻ ചെയ്യാൻ സ്ക്രിപ്റ്റ്. ആൻഡ് അങ്ങനെയാണ് നമ്മൾ ഡയറക്ടർ സർ പറഞ്ഞു, നിയാസ് സർ പറഞ്ഞു ഇത് ചെയ്യാം, എങ്ങനെ ഉണ്ട് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ 2 പേരാണ് ബാനർ ഓപ്പൺ ചെയ്തത്. നമ്മൾ 2 പേരാണ് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ ചെയ്യാം, കുഴപ്പമില്ല, നല്ല സബ്ജക്റ്റാണ്. കാരണം ഇപ്പോഴത്തെ ഈ കേരളത്തിൽ നടക്കുന്ന ഒരു പ്രോബ്ലമാണ്, ചെറിയ പെൺകുട്ടികൾ റേപ്പ് ചെയ്ത് കൊന്നിട്ട് അവർ സുഖമായിട്ട് ജയിലിൽ പോയി കിടന്നിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് സുഖമായിട്ട് ജീവിക്കുക അല്ലേ. പക്ഷേ ആ നഷ്ടപ്പെട്ടു പോയി കുടുംബങ്ങൾ, അവർക്ക് ഒന്നും നേടാനില്ല, അവർ അങ്ങനെ തന്നെ നിൽക്കുക. അപ്പോൾ ഒരു സമൂഹത്തിൽ ഇത് മെസ്സേജ് ഇതിൽ നമ്മൾ ജനങ്ങളുടെ അടുത്ത് എത്തിക്കുക, അതാണ്. ഓക്കെ, ലെബനോണിൽ നിന്നും ഈ മലയാള ഭാഷ പെട്ടെന്ന് കൈകാര്യം ചെയ്ത് ഇപ്പോൾ വളരെ ഫ്ലുവൻ്റായിട്ട് മലയാളം സംസാരിക്കുന്നു. സത്യം പറയുമെങ്കിൽ ഞാൻ കുവൈറ്റിൽ നിൽക്കുന്ന സമയത്ത് സീരിയൽ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വർക്ക് ബ്യൂട്ടീഷ്യൻ ആയിരുന്നു, അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനർ ആൻഡ് മോഡലിംഗ്. ഈ 3 എൻ്റെ വർക്ക്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സീരിയൽ കാണാൻ. അങ്ങനെ കണ്ടിട്ട് അവിടെ നിന്ന് അത്രയ്ക്ക് പഠിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് എൻ്റെ ഫ്രണ്ട് സൈക്കിളുള്ള എല്ലാവരും ഒപ്പം സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ സംസാരിച്ച് പഠിച്ചത്. പക്ഷെ ഇപ്പോഴും ചില ഫ്രണ്ട്സ് എന്നെ കളിയാകുക. ഓക്കെ, എന്തായാലും വളരെ നന്നായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പം ചിത്രത്തിലേക്ക് വരുമ്പോൾ ചിത്രം യുവതലമുറ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രമായിട്ടാണ് നമുക്ക് കാണുന്നത്. കാരണം ഇപ്പോൾ ഷെറിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, അതിനെതിരെ പോരാടുന്ന 2 പേര്, നായകനും നായികയും. ആ ഒരു രംഗം അതൊന്ന് വിശദീകരിക്കാമോ ചെറുതായിട്ടെങ്കിലും? കഥയുടെ സസ്പെൻസ് പൊളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ഇതൊരു മെസ്സേജ് ആയതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ഇപ്പം നമ്മൾ സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ കാണിക്കുന്ന ഒരു മൂവിയാണ്. പക്ഷേ അത് കാണിച്ചു തരിക മാത്രമല്ല, ഇതെങ്ങനെ ചെറുത്ത് നിൽക്കാൻ പറ്റും, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ എന്താണ് ഇത്തരം പ്രോബ്ലം ഉണ്ടാകാനുള്ള കാരണം, ആ കാരണത്തിനെ എങ്ങനെ ഇപ്പം നിയമങ്ങളും ബാക്കിയുള്ള സംഭവങ്ങൾക്കും അവർക്കൊരു എത്തിപ്പെടാൻ പറ്റുന്നില്ല എങ്കിൽ പോലും പൊതുജനത്തിന്, ഒരു കോമൺ മാനിന് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരം അതിക്രമങ്ങൾക്കെതിരെയായിട്ട്, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്നുകൂടെ കാണിച്ചു തരുന്ന ഒരു മൂവിയാണിത്. എന്തായാലും നമുക്ക് ചിത്രത്തിൻ്റെ ഒരു ട്രെയിലർ ഒന്ന് കാണാം. ഷുവർ. ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി നീ ഇല്ലാതാക്കിയത് ഒരു ജീവന്. ഭയക്കണം നീ ഇനി പെൺകളെ നോവിക്കുവാനായും നേരം. മരിക്കുന്നെങ്കിൽ പൊരുതി മരിക്കണം. കാമവെറി പൂണ്ട കണ്ണുകളിൽ അയം നിറയും വരെ പൊരുതണം. കുന്തം. ഭയക്കണം
കുന്തത്തിന്റെ നിഘണ്ടുവിൽ മാപ്പില്ല. Beware of Kundam. Rapist must die. Kundam, the protector. ആക്ഷൻ രംഗങ്ങളൊക്കെ വളരെ അനായാസമായിട്ട് ഷെറിൻ കൈകാര്യം ചെയ്തിരിക്കുന്നു. അത് പറയുമെങ്കിൽ ഞാൻ ശരിക്കും പറയുമെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇതിൽ എന്താണ് പറയാൻ, ഫൈറ്റ് മാസ്റ്റർ വന്നിട്ട് ബ്രൂസ്ലി രാഗേഷ് സാറാണ്. അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്തു. എനിക്ക് ആക്ഷൻ രംഗങ്ങൾ പറയെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അത് വേറൊരു കാര്യം. ഇങ്ങനത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറയണമെങ്കിൽ അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യാൻ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു പെൺകുട്ടികളുടെ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഒരു എനർജിയാണത്. നമ്മളൊരു നാൾ എത്ര പെൺകുട്ടികൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് അത്. കാരണം എനിക്ക് ഡയറക്ടർ സാറും ബ്രൂസ്ലി രാഗേഷ് സാറും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഫൈറ്റിലിടെ. പക്ഷേ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചിത്രത്തിലെ റസിയ എന്ന കഥാപാത്രമാണല്ലേ സ്വീകരിക്കുന്നത്. റസിയ ശരിക്കും നായകനൊപ്പം ഇത്തരത്തിലുള്ള സ്ത്രീ പീഡനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരെ തുടക്കം മുതലേ പോരാടുന്ന ഒരു വ്യക്തിയാണ് ചിത്രത്തിലെ. ഓക്കെ, വിപിനിലേക്ക് വരുമ്പോൾ വിപിൻ സംഘടന രംഗങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അഭിനയ മുഹൂർത്തങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു? ശരിക്കും ഇത് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട്. കാര്യം ഇത്രയും ഒരു വലിയൊരു ബോൾഡായിട്ടുള്ള സബ്ജക്റ്റ് അത്രയും ബോൾഡായിട്ട് അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ കാര്യം പ്രേക്ഷകരിലേക്ക് എത്തണം, ആ കഥയുടെ ആ തീം ആ ഒരു പവർഫുള്ളായിട്ട് എത്തണം. അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു വെല്ലുവിളി തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മലൈക്ക വളരെ വെല്ലായിട്ട് ആ ആക്ഷൻ രംഗങ്ങളും കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു. കൂടെ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് എല്ലാ രംഗങ്ങളിലും വരുന്നത്. പിന്നെ ബ്രൂസ്ലി സർ ഒരുപാട് സപ്പോർട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസും ഒക്കെ ഞങ്ങൾക്ക് ഉപകാരമായി. വിപിൻ ഇതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇത്തരത്തിലുള്ള? ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യ വരവ് അങ്ങനെയാണ്. അതും മലൈക്ക എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ തന്നെയാണ്. ബിക്കോസ് ഐ ലവ് ഹർ. അറൗണ്ടും 20 lakhs എബോവ് വ്യൂവേഴ്സ് അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലെബനോണിലുള്ള മലൈക്കയുമായിട്ട് വയനാട്ടിലുള്ള വിപിൻ ആ ഒരു കണക്ഷൻ എങ്ങനെയാണ്? ഞാൻ ശരിക്കും പറയുമെങ്കിൽ ഞാൻ ദുബായിൽ ഒരു വെക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ വെച്ച് വിപിനെ കണ്ടിട്ട് ജസ്റ്റ് ഒരു മോളിൽ വെച്ച് കരിഫൂറിൻ്റെ മോളിൽ വെച്ച് നമ്മളെ കണ്ടത്. അങ്ങനെ പരിചയമായി. അതിനുശേഷം ഞാൻ കുവൈറ്റിൽ നിന്നാണ് അവിടെ പോയത്. ഞാൻ എല്ലാ വർഷം പണ്ട് പോകാനുണ്ട്. അപ്പോൾ ആ പോയ സമയത്ത് ഞാൻ ഇദ്ദേഹം കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് സംസാരിച്ചു. സംസാരിച്ചിട്ട് ആ ഫ്രണ്ട്സിൽ വേയില്ല. ആ സമയത്ത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. അതിനുശേഷം ഞാൻ കല്യാണം കഴിച്ചിട്ട് കേരളത്തിൽ വന്ന ശേഷമാണ് ഇവിടെ എറണാകുളം നിന്ന് പിന്നെ കണ്ടിട്ട് നമ്മളൊരു എവിടെ ഗോൾഡ് സൂക്കിൽ വെച്ചല്ലേ കണ്ടിട്ട് പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഇദ്ദേഹം എവിടെയോ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഇത്. പിന്നീടാണ് ഞാൻ അടുത്ത് പോയി ചോദിച്ചത് വിപിൻ അല്ല എന്നെ ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത് ഇവിടെ വെച്ച് നമ്മളെ കണ്ടു പരിചയപ്പെട്ടു. അങ്ങനെയാണ് പിന്നീട് നമ്മളെ കേരളത്തിൽ മലൈക്ക എൻ്റർടൈൻമെൻറ്റ്സ് എന്ന ബാനർ സിനിമ ഇൻഡസ്ട്രിയിൽ ഓപ്പൺ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. ശരിക്കും പറഞ്ഞെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഐഡിയ തന്നത് ഇദ്ദേഹമാണ്. അതിനുശേഷമാണ് നമ്മൾ രണ്ടുപേരും ഇരുന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും ചോദിച്ചിട്ട് നമ്മൾ ഈ തീരുമാനത്തിൽ വന്നിട്ട് ഇന്ന് മലൈക്ക എൻ്റർടൈൻമെൻറ്റ്സ് എന്ന ബാനർ ഓപ്പൺ ചെയ്ത് അതിലൊരു സിനിമ ചെയ്തിട്ട് 24-ാം തീയതി അത് തിയേറ്ററിലോട്ട് വരണം. താങ്ക്സ് ഗോഡ് അത്രയും നമ്മൾ ചെയ്തെടുത്തു. ബോൾഡ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. ഫ്രണ്ട്സ് ആയെങ്കിൽ എപ്പോഴും തല്ലിപിടി ഉണ്ടാവും. അതൊരു വെറൈറ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മലൈക്കയ്ക്ക് വേറെ പുതിയ പ്രൊജക്റ്റുകൾ എന്തെങ്കിലും? ജനുവരിയിൽ നമ്മളൊരു പ്രൊജക്റ്റ് മലൈക്കയിൽ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, മാഡം സ്ക്രിപ്റ്റ് കേൾക്കാനൊന്ന് ഇത്ര സമയം തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇത് റിലീസിന് ശേഷം നമ്മൾ നോക്കാം. അതുപോലെ തന്നെ മലൈക്കയിൽ വേറൊരു സ്ക്രിപ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ജനുവരിയിൽ, റോഡ് മൂവി. പക്ഷേ അത് കേരളത്തിൽ പുറത്താണ്. അതിട്ട് സ്ക്രിപ്റ്റ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക.
ഓക്കെ, ഇപ്പോൾ ഈ ചിത്രത്തിന്റെ ഡയറക്ടർ തന്നെയാണ് ക്യാമറയും ഒപ്പം തിരക്കഥയും എല്ലാം ചെയ്തിട്ടുള്ളത്, നിയാസ് എം എച്ച്. അതെ. ഓക്കെ, അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ചിത്രത്തിന്റെ ഒരു ചിത്രീകരണ രംഗത്തൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? ശരിക്കും ഞാൻ അത് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ അതാണ് ഒരു ബോൺ കലാകാരൻ എന്ന് പറയുക. ജന്മന ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സിനിമ അല്ലെങ്കിൽ ഇങ്ങനൊരു കല അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. ആരെയും അദ്ദേഹം അസിസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരേക്കും. ഇപ്പം സ്ക്രിപ്റ്റ് ആണെങ്കിൽ കൂടെ അല്ലെങ്കിൽ ഡയറക്ഷൻ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതെല്ലാം കിടപ്പുണ്ട്. അതെങ്ങനെയെന്നുള്ളത് ഞങ്ങളും വണ്ടറാണ്. അത്രയും എക്സലൻ്റ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു ചെറിയ ക്ലിപ്സ് നമ്മുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് പെർഫെക്റ്റ് ആയിട്ട്. അതെ. അതുപോലെ ഓരോ ക്യാമറയുടെ ഒരു ആംഗിൾ വെക്കുമ്പോഴും നമുക്ക് തൃപ്തിയാണ്. ആ ഒരു സീൻ നമ്മൾ രണ്ടാമത് കാണുമ്പോൾ ഇത്രയും ഭംഗിയായിട്ട് അല്ല ഇത്രയും പെർഫോമൻസ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയോ, അത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്. ഞങ്ങൾ പലപ്പോഴും വണ്ടർ അടിച്ചിട്ടുണ്ട് ഞാനും ശരണം. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം സിനിമയിൽ ആദ്യമായിരുന്നു, ഞാൻ സിനിമയിൽ ആദ്യമായിട്ട്, ഇദ്ദേഹം സിനിമയിൽ ആദ്യമായിട്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതിലെ ഒരുപാട് എല്ലാവരും ശരിക്കും പുതുമുഖങ്ങൾ, ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നമ്മുടെ മാളയിൽ നിന്ന് 180 ആളുകൾ മാത്രം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പിന്നെ കലാഭവൻ ഹനീഫ്ക, ഗീത ചേച്ചി പറഞ്ഞെങ്കിൽ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഹനീഫ്കയും അതുപോലെ കൊലപ്പുള്ളി ലീല ചേച്ചി, അവർ വന്നിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ സത്യം പറയുമെങ്കിൽ നമ്മുടെ സിനിമയിൽ വന്നത് ഒരു ഫ്രണ്ട്ലി വേയിൽ വന്നിട്ട് വർക്ക് ചെയ്തിട്ട് പോയതാണ്. നല്ല ഗീത ചേച്ചിട്ട് പറയുമെങ്കിൽ ഒരു നല്ല കഥാപാത്രമാണ്. ഒരു അത്രയും പവർഫുൾ ബോൾഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അതുപോലെ തന്നെ ലീല ചേച്ചിട്ട് ഞാൻ പടം തുടങ്ങാൻ, നമ്മുടെ സിനിമ തുടങ്ങാൻ കുന്തമേ എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ആവാൻ ലീല ചേച്ചി രജിസ്റ്റർ ആവാൻ. കാരണം അവരുടെ പേര് കൂട്ടിയിട്ട് സംഭവിച്ച ഒരു ദുരന്തത്തിലാണ് ഇത് തുടങ്ങാൻ. അതുപോലെ തന്നെ നമ്മൾ ഈ വെബ്സൈറ്റ് കുന്തമെന്ന വെബ്സൈറ്റ് തുറക്കാൻ കാരണം നമ്മുടെ ഒരു നമ്മൾ 3 ഫ്രണ്ട്സ് ഇടയ്ക്ക് ഒരു സംഭവിച്ചൊരു ഇൻസിഡന്റ്. അതെ. ചിത്രത്തിൽ ഗാനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് മ്യൂസിക് ഡയറക്ടർ രതീഷ് വേഗയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫെക്ഷൻ അതിനകത്ത് ഉണ്ടാവും ഒബ്വിയസ്ലി. പിന്നെ അതിൻ്റെ സോങ് ആണെങ്കിലും വളരെ നല്ല രീതിയിലാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത്. പാടിയ ആളുകളാണെങ്കിലും എക്സലൻസ്. സൂപ്പർ. ഞങ്ങൾക്ക് നല്ല റിവ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആളുകളുടെ നിന്ന്. ആ ഒരു അതിൻ്റെ വേർഡിങ്സ് ആണെങ്കിൽ തന്നെ നമുക്ക് ഹാർട്ടിൽ ടച്ച് ചെയ്യും. ആ കഥയായിട്ട് ചേർന്ന് നിൽക്കുന്ന 2 സോങ്ങാണ് ഉള്ളത്. ഒരു തീം സോങ്, അത് ശരിക്കും ആ കഥ അതിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. രണ്ടാമതൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന ലെവലിലേക്ക് ഒരു ഡപ്പാങ്കുത്ത് സോങ്, ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എക്സലൻറ്റ്, രണ്ടിനും നല്ല റിവ്യൂസാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ചിത്രത്തിലെ ആ സോങ് ഒന്ന് കാണാം. റൈറ്റ്. ശരിയാണ്, മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗാനങ്ങളൊക്കെ തന്നെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അതൊക്കെ എവിടെയായിരുന്നു? ലൊക്കേഷൻ മെയിനായിട്ട് എറണാകുളം, അതുപോലെ കൂടുതൽ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ, മാള, കൊടുങ്ങല്ലൂർ ആ ഏരിയയിലാണ്. അതെ. ഓക്കെ, വിപിൻ ഇനി പുതിയ എന്തെങ്കിലും പുതിയ പ്രൊജക്റ്റുകളുണ്ടോ സ്വന്തമായിട്ട്, അല്ലെങ്കിൽ മലൈക്ക എൻ്റർടൈൻമെൻറ്റ്സിലൂടെ ഉള്ള പുതിയ എന്തെങ്കിലും ഒരു? ഉണ്ട്. നമ്മൾ പുറത്തുനിന്ന് ഇപ്പം സ്റ്റോറി കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുറത്തൊന്നും നോക്കിയിട്ടില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ഒരു പ്രൊജക്റ്റ് 100% സക്സസ് ആക്കി തിയേറ്ററിൽ എത്തിക്കുക, ബാക്കിയുള്ളത് ജനങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ അത് ഒരു 100% ആക്കുക, ആ തിയേറ്ററിൽ എത്തിക്കുക. അതിനുശേഷം മാത്രമേ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ മലൈക്ക ഓൾറെഡി സൂചിപ്പിച്ചു, ജാനുവരിയിൽ നമുക്കൊരു ഓൺ പ്രൊജക്റ്റ് ഉണ്ട്, ഒരു റോഡ് മൂവി. അത് നമ്മളുടെ ഓൺ പ്രൊജക്റ്റ്. ബാക്കിയുള്ളത് ആഫ്റ്റർ ദ ഫിലിം. എന്തായാലും മലയാള സിനിമാ രംഗത്തേക്ക് ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. അപ്പം സമൂഹ മാധ്യമങ്ങളുടെ എല്ലാം നമ്മൾ കുന്തത്തിൻ്റെ ട്രെയിലറും ഒക്കെ സോങ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും ആളുകൾ എങ്ങനെയാണ് പുതിയ ഒരാളെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ വിപിൻ എന്നുള്ള ആളെ നോക്കിക്കാണുന്നത്? ഇതിൽ ഒരു വിപിനോ അല്ലെങ്കിൽ ഒരു ഷെറിനോ പ്രാധാന്യം ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ടില്ല. ഇതിൽ ഞങ്ങൾക്ക് കിട്ടിയ റിവ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കഥാപാത്രങ്ങളെ സുധി അല്ലെങ്കിൽ റസിയ, ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ബോൾഡായിട്ട് നിൽക്കുന്ന ഈ 2 കഥാപാത്രങ്ങളാണ് ജനങ്ങളായിട്ടെടുത്തത്. പലപ്പോഴും പുറത്തിറങ്ങുമ്പോഴും ആ പേരിലാണ് വിളിക്കുന്നത്, സുധി എന്ന ഒരു ലെവലിലാണ് വിളിക്കുന്നത്. പിന്നെ ആളുകൾ കാണുന്ന ആ സിനിമയിലെ കഥാപാത്രമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നോർമലി ഒരു പേഴ്സണലി ഒരാളായിട്ട് അവർ കാണുന്നില്ല. ഓക്കെ, ചിത്രത്തിൻ്റെ റിലീസിങ് ഡേറ്റ് നിശ്ചയിച്ചിരുന്നത്? ഓക്കെ, നവംബർ 24. ഓക്കെ, അവസാനമായിട്ട് പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? അവസാനമായിട്ട് പറയാനുണ്ടോ പറയുമെങ്കിൽ ഈ പടം പോയി കാണണം. കാരണം പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ എല്ലാവർക്കും, സമൂഹത്തിൽ നിൽക്കുന്ന എല്ലാവരും പോയി കാണണം. കണ്ടിട്ട് അതിൽ അഭിപ്രായം പറയണം. കാരണം ആണുങ്ങൾ പോകണമെന്ന് പറയുമെങ്കിൽ അവർ കണ്ട് അതിൽ അവർക്ക് എന്താ കിട്ടാൻ,
ഇതുപോലെ ചെയ്തെങ്കിൽ നമ്മളൊരു പെൺകുട്ടിക്ക് ഒരു എന്താണ് പറയാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തെങ്കിൽ അവർക്ക് എന്താ സംഭവിക്കുകയാണ് ഇനി മുങ്ങോട്ട് എനിക്കറിയില്ല ബാക്കോട്ട് ഇനി മുങ്ങോട്ട്. അതുപോലെ തന്നെ പെൺകുട്ടികളായെങ്കിൽ വീട്ടമ്മമാരല്ല ആണെങ്കിൽ അവർ വളരെ ശ്രദ്ധമായിട്ട് നമ്മുടെ പെൺകുട്ടികളെ വളർത്തുക, പുറത്തേക്ക് ഇറക്കുക. ഇങ്ങനെ കാര്യങ്ങളിട്ട് നമ്മളെ ഇനി മുങ്ങോട്ട് ഫേസ് ആവാതെ ഇരിക്കാനാണ് നമ്മൾ മാക്സിമം നിൽക്കുക, ബോൾഡായിട്ട് നിൽക്കണം. ഒരു പെൺകുട്ടി പറയണമെങ്കിൽ നമ്മൾ ഒരാളുടെ അടിമയില്ല അല്ലേ, നമുക്ക് രണ്ട് ഭാഗത്തും ഒരേ പ്രാധാന്യം വേണം. അപ്പോൾ ഒരാൾക്കും അടിമയാവാതെ നമ്മൾ ബോൾഡായിട്ട് ശക്തമായിട്ട് നിൽക്കണം എല്ലാവരുടെ മുമ്പിൽ. അത്രയേ ഉള്ളൂ. പോയി കണ്ടിട്ട് സിനിമ കണ്ടിട്ട് അതിലഭിപ്രായം പറയാം. സമൂഹത്തിൽ 1000 സുധിയും റസിയും ഉണ്ടാകട്ടെ എന്നൊരാശംസ മാത്രമേ എനിക്ക് തരാനുള്ളൂ. കാര്യം അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജ് ഇത് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു സബ്ജക്റ്റ്, അതായത് ഇത്രയും ആളുകൾക്ക് ഇങ്ങനൊരു വിഷൻ നൽകാനുള്ളൊരു സബ്ജക്റ്റിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ എല്ലാവിധ എന്താ പറയുക നന്ദിയും അല്ലെങ്കിൽ ആ ഒരു അഭിമാനമുണ്ട്. ആളുകൾ കാണട്ടെ, 24th തിയേറ്ററിലെത്തുന്നു, കണ്ട് വിലയിരുത്തട്ടെ. അതിനുശേഷം 1000 സുധിയും റസിയും വരട്ടെ. 1000 ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു സുധിയും റസിയും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതാണ് ഈ ഒരു സബ്ജക്റ്റിൻ്റെ കോൺഫിഡൻസ് ഉണ്ട്. ഈ പ്രോജക്റ്റ് ഇറങ്ങിയെങ്കിൽ ജനങ്ങൾ അത്രയും അനുകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയാൻ. കാരണം ഡയറക്ടർ അത്ര നല്ല ശക്തമായി ഒരു തീമാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അതെ, എന്തായാലും അത് സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. കേരളത്തിലെ സ്ത്രീജനങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന വെല്ലുവിളികൾക്ക് നേരെ ഉള്ള ഒരു സന്ദേശം കൂടിയാണ്. അതിനെതിരെ നിയമങ്ങൾക്കെല്ലാം അപ്പുറം ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് കാണിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് കുന്തം എന്ന ചിത്രം. എന്തായാലും ചിത്രം തിയേറ്ററുകളിൽ വൻ വിജയമായിട്ട് പ്രദർശനം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മലൈക്ക എൻ്റർടൈൻമെൻറ്റ്സിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. മോർണിംഗ് റിപ്പോർട്ടറിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നതിന് ഇരുവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. സ്ത്രീകൾക്ക് എതിരെ പ്രത്യേകിച്ച് മലയാളത്തിൽ കൊച്ചുകുട്ടികളടക്കമുള്ള ആളുകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനെല്ലാം എതിരെ പോരാടുന്ന 2 യുവാക്കളുടെ കഥ പറയുന്ന ചിത്രമാണ് കുന്തം. എന്തായാലും ചിത്രം മലയാളികൾക്ക് ഒരു അനുഭവമായിട്ട് മാറട്ടെ, ഒരു നല്ല മെസ്സേജായിട്ട് തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ ഇവിടെ പൂർണ്ണമാകും.